മിഷൻ 110 LDF യോഗത്തിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി. 110 സീറ്റ് എന്നത് അപ്രായോഗികമല്ലെന്ന് പിണറായി വിജയൻ. LDF മേഖലാ ജാഥകൾ ഫെബ്രുവരി 1 മുതൽ തുടങ്ങും. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് എന്താണ് ഇന്ന് LDF യോഗത്തിൽ നടന്ന ചർച്ചകൾ? മുഖ്യമന്ത്രി അവതരിപ്പിച്ച മിഷൻ 110നോട് എന്താണ് മറ്റ് ഘടകകക്ഷികളുടെ പ്രതികരണം? വിനീത, തെരഞ്ഞെടുപ്പ് ചർച്ച പ്രാഥമികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച വിലയിരുത്തൽ ഉണ്ടായി. പക്ഷെ അത് സംബന്ധിച്ച ഓരോ പാർട്ടികളുടെയും കണ്ടെത്തൽ പറഞ്ഞുള്ള തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. CPI അവരുടെ നിലപാട് മയപ്പെടുത്തി, അല്ലെങ്കിൽ CPIMന്റെ നിലപാടിനെ ആർഗ്യൂ ചെയ്യുന്ന ഒരു നിലപാട് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല. മിഷൻ 110 എന്ന മന്ത്രിമാരുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി LDF യോഗത്തിലും ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള ആഹ്വാനമുണ്ടായി. അതിന്റെ ഭാഗമായി 3 മേഖലാ ജാഥകളുടെ തീയതിയും ക്യാപ്റ്റന്മാരെയും നിശ്ചയിച്ചു. 1-ാം തീയതി വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന ജാഥ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കും. 4-ാം തീയതി തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന ജാഥ CPIയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കും. 6-ാം തീയതി മധ്യ കേരളത്തിൽ നടക്കുന്ന ജാഥ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയാണ് നയിക്കുക. ക്യാപ്റ്റന്മാർ മാത്രമായിരിക്കും ഉണ്ടാകുക. മറ്റ് ജാഥ അംഗങ്ങൾ 3 ജാഥയിലും വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും. 1-ാം തീയതിയും ജോസ് കെ മാണിയും തുടങ്ങുന്ന ജാഥ 14-ാം തീയതിയും ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ 15-ാം തീയതിയുമാണ് അവസാനിക്കുക. വിനിത. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.